കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച മണിക്കൂറുകൾക്കകം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായം ശ്രദ്ധേയമാകുന്നു. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കണമെന്ന വാഗ്ദാനം ആവർത്തിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപ്. ഒരുമിച്ച് നിന്നാൽ എത്ര മഹത്തായ രാഷ്ട്രമായിരിക്കുമെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ട്രംപിന്റെ നിർദ്ദേശത്തോട് കാനഡയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ട്രൂഡോയും ട്രംപും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. 2024 നവംബർ 5 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുക എന്ന ആശയം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ട്രൂഡോയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ സമയത്തും വാഗ്ദാനം ട്രംപ് ആവർത്തിച്ചിരുന്നു. പിന്നീട് പലതവണ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ട്രംപ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. 9 വർഷത്തെ ഭരണത്തിന് ശേഷം കാനഡയിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേതാവ് ജസ്റ്റിൻ ട്രൂഡോ തിങ്കളാഴ്ചയാണ് രാജിവെച്ചത്. ഈ വർഷം പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നിർബന്ധനത്തിന് വഴങ്ങിയായിരുന്നു ട്രൂഡോയുടെ രാജി. പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മോശമായി തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത്. കനേഡിയൻ പൗരനായ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്രൂഡോയുടെ ആരോപണമാണ് ബന്ധം വഷളാക്കിയത്. 2023 ജൂണിൽ നിജ്ജർ കാനഡയിലെ സറയിൽ കൊല്ലപ്പെട്ടു. കൊലയിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നതിന് വിശ്വസനീയമായ ആരോപണങ്ങളുണ്ടെന്ന് 2023 സെപ്റ്റംബറിൽ ട്രൂഡോ കനേഡിയൻ പാർലമെന്റിൽ പറഞ്ഞു. ഇന്ത്യ ഈ ആരോപണം തള്ളി. ഇരു രാജ്യവും നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു. ഉഭയകക്ഷി ബന്ധം വഷളായി. ഖലിസ്ഥാൻ അനുകൂലികളെ ട്രൂഡോ സംരക്ഷിക്കുന്നുവെന്ന് ഇന്ത്യ ആരോപണമുയർത്തി. കാനഡയിലെ വോട്ട് ബാങ്കായ ഖലിസ്ഥാൻകാരെ പ്രീതിപ്പെടുത്താനാണ് ട്രൂഡോയുടെ ശ്രമമെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു.